Let's go, guys. Let's go. Let's go. Got Amban. Torment. Let's go. ഒരു ഭാഗത്ത് നമ്മുടെ ഡി കെ ഗോട്ടാണ്, മറ്റു ഭാഗത്ത് നമ്മുടെ അംബാൻ കേൽബാഡ് അംബാൻ. നമുക്ക് നോക്കാം എന്ത് സംഭവിക്കും. 1v1 M4 മിനിമാപ്പ് ഒക്കെ ഡിസേബിൾ ആണ്. പിന്നെ എന്താ പ്രശ്നം? രണ്ടാറ കൂടെ കേറി വാങ്ങി പോകുന്നു. രണ്ടാൾക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട് കേട്ടാ. എന്താടാ ഇത് പോകാത്ത? അംബാൻ അവന് ചെറിയ എയിമിങ് പോണ്ടല്ലോ. ഇടത് എന്താടാ പോകാത്ത? ആ പോയി 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 പോയി. പൊളി പൊളി പൊളി. നോക്കാം. ബോട്ട് പ്ലേയിലെങ്കിലാണ് 3-1-3. ചെക്കൻ ഫയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഫയർ ചെയ്ത് കൊടുക്കണ നോക്കിയാ നെൽറ്റ് അടിച്ചു കൊടുക്കണം. അമ്പാനെ വ്യൂ പോയ എടാ ഇങ്ങനാണ് ഗോട്ട് കൊണ്ടുപോട്ടോ. വെറും 1.5 മിനിറ്റിനാണ് 4 കിട്ടി. എന്ത് സംഭവിക്കും? ഓ അമ്പാൻ വീട്ടിലാണെങ്കിൽ അമ്പാൻ അടിച്ചെടുത്ത്. അങ്ങനെ അവിടെ നിൽക്കണ. അങ്ങനെ 2 മിനിറ്റ് പിന്നീട് 5 കില്ലുമായി. എന്താടാ സ്വിച്ച് ആവാത്ത? നോക്കാം. 6 കില്ല്. അമ്പ വാരി കോരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്പ വാരി കോരി കൊടുക്കുന്നുണ്ട്. കളി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് ഗോട്ട് കൊണ്ടോ ലെഫ്റ്റ്. നോക്കടാ എടാ 3 മിനിറ്റിൽ 7 കില്ല്. എന്താണ് ഈ സംഭവിക്കുന്നത്? അമ്പ വാരി കൊടുക്കുന്നു. എടാ ഇത് അസൂനെ വെട്ടിക്കട്ടെ. എങ്ങനെയാണെങ്കിൽ അമ്പാനെ ബേക്കുന്ന കളി വീട്ടിലേക്ക് സന്തോഷായി. അയ്യോ അമ്പാൻ ബാക്ക്. അവൻ അവിടെ ഗണ്ണ് എന്താക്കാൻ പോയി, സ്വിച്ച് ചെയ്യാൻ പോയ സമയത്താണ് അവൻ അടിച്ചത്. എന്താ ഉണ്ടല്ലേ ഇനി 3-6 3-8 കേട്ടോ. അയ്യോ 6.5 മിനിറ്റ് ബാക്കിയിരിക്കെ 9 അമ്പാൻ 3 കില്ലായി. നൈസറാ. അമ്പാൻ കുറെ കൊടുക്കുന്നുണ്ട്. 6 മിനിറ്റ് ബാക്കിയുണ്ട്. എടാ അമ്പാനെ എന്താണ് അമ്പാനെ? അവന്റെ വ്യൂ നോക്കിയാ അമ്പാന് ഫുൾ അയ്യോ അമ്പാന് ഫുൾ ബോഡി കൊടുത്തിട്ടാട്ടോ കളിക്കുന്നത് കേട്ടോ. ഫുൾ ബോഡി കൊടുത്തിട്ടാണ് അവന് അടിക്കുന്നത്. കവർന്ന് പീക്ക് ചെയ്ത് അടിക്കുന്നത് കുറച്ചുകൂടി. അമ്പാൻ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ആ ചെക്കൻ ആടെ നേരെ കേറി 5 കില്ലുകൾ ആയിരുന്നെങ്കിൽ 1-ാം സ്ഥാനത്ത് എത്തിട്ടോ. നോക്കാം. കിങ് സ്പെക്കിങ്ങിലുണ്ട്. നൈസ്. കിങ്ങിനെ വെട്ടിക്കോ. കിങ് 16 കില്ല. നോക്കാം. ഇപ്പൊ 20ന്റെ മേലെ കേറും ഇങ്ങനെ പോയാല്. അമ്പ ഫയർ ചെയ്ത് കൊടുക്കില്ല കേട്ടോ. കള്ളക്കളി. അമ്പ റൗണ്ട് അടിച്ചതാക്കണം. അപ്പുറം എത്തിനാ.
അമ്പാൻ നോക്കി ബേക്കൂടി തന്നെ ഫയർ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞിട്ട് ഇവനോട്. ആ അപ്പൊ കണ്ടു. ഗോട്ട് ഫയർ ചെയ്ത് കൊടുക്കണ്ട, അമ്പാൻ അനങ്ങുന്നില്ല. 14 കില്ല് 5 മിനിറ്റ് ആക്കിട്ടോ. വെറും 5 മിനിറ്റ് കൊണ്ട് 14 കില്ല് ചെക്കന്. 14-4. നൈസ്. 15. കിങ് പോയി, കിങ് ഔട്ടായി. കിങ്ങിന് കളി പോയി. 16 കിങ്. അതിന് 0 കിട്ടണം എനിക്ക്. ശമ്പാനി കൊടുക്കും. നോക്കാം, വ്യൂ ഇല്ലേ? അമ്പാനെ വ്യൂ നോക്കാം. അമ്പാ ഫുൾ ബോഡി കൊടുത്തിട്ടുണ്ട്. 5-16 കേട്ടോ. 4 മിനിറ്റ് ഉണ്ട്. എനിക്ക് കില്ല് കൊടുക്കാണെന്നാല് കില്ല് കൊടുക്കുവാന്ന് അധികവും. കില്ല് കൊടുക്കാണെന്നാല് ഫയർ ചെയ്ത് കൊടുക്കടാ. കില്ല് കൊടുക്കാണെന്നാല് സംബന്ധിയിലായി നിൽക്കും. ഇപ്പം ഫയർ ചെയ്താണ് നിക്കണോക്കിയ അമ്പാനി. പതിനേഴ്. അങ്ങനെ കസുവിന്റെ ഒപ്പം എത്തിയിരിക്കുകയാണ്. കില്ല് വാരാൻ വേണ്ടി ആ ഓട്ടയെ കൂടി എടുത്താൽ 6-18. 3 മിനിറ്റ് സമയമുണ്ട്. ആ കില്ല് കൗണ്ട് ആയില്ലല്ലോ. അമ്പാന്റെ ആല്. അത് അമ്പാനല്ലേ. പത്തൊമ്പത് കില്ല്. ഏ 19 ആട്ടോ. അമ്പാൻ ഇവിടെ ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നില്ല. സ്റ്റേ ചെയ്താണ്. 19 കിലോ. TK ഗോട്ട്. ഏടാ കളി എന്തായാലും വിട്ടെടുക്കൂല. എടോ 19-11. അമ്പാനി എന്ത് പറ്റി? അമ്പാൻ ഓൺ ഫയർ. അതെന്താ ബോംബിട്ട്? ബുള്ളറ്റ് തീർന്നീല. 54 സെക്കൻഡ് ബാക്കിട്ടോ. നൈസടാ. അമ്പാൻ ലാസ്റ്റ് കളിക്കുന്നുണ്ട് കേട്ടോ. തുടക്കത്തിലൊക്കെ ഒരു 10 സെക്കൻഡ് ഇല്ലയും അവസാനം കളിക്കുന്നുണ്ട്. അവിടെ 21 കില്ല്. 30 സെക്കൻഡ്. ഗോട്ട് പുഷ് ചെയ്യുന്നുണ്ട്. പുഷ് ചെയ്തള്ളി ലെഫ്റ്റ്. 21 കില്ല്. അല്ല 21
സെക്കൻഡ് 22 ആവുമോ നോക്കാം. 10 സെക്കൻഡ്. ഇവൻ എവിടെ വ്യൂ ചെയ്യുന്നത്? കോട്ട എവിടെ വ്യൂ ചെയ്യുന്നത്? ലെഫ്റ്റ് സൈഡിലല്ലേ? അങ്ങനെ നമ്മളെ കളി ഇവിടെ അവസാനിച്ചു. ഒരു സെക്കൻഡ് കളി കഴിഞ്ഞു. 21-13.